ബഹുമാനായ ഫിഷറീസ് മന്ത്രിക്ക് എന്തോ ഇക്കാര്യത്തിൽ മറുപടി പറയാൻ അല്പം കഴിവുകേടുണ്ട് എന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള ഒരിടപെടൽ. അങ്ങ് ദയവായിട്ട് അങ്ങ് അത് പറയണം. എന്നിട്ട് ആളൊരു മിടുക്കനാണെന്ന് തോന്നല്ലേ? സംശയമുണ്ടോ? ആള് നല്ല മിടുക്കനായി. അങ്ങ് വളരെ പ്രധാനപ്പെട്ട ആളാണ്. അത് പാടില്ലല്ലോ. മറ്റൊരു മന്ത്രിക്ക് കഴിവുകേടുണ്ട് എന്ന് അങ്ങേപ്പോലൊരാള് സഭയിൽ പാടില്ലാത്തൊരു കാര്യം നടന്നാൽ അത് വിട്ടുകളാ. അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി. ബഹുമാന്യനായ ഫിഷറീസ് മന്ത്രിക്ക് കഴിവുകേടുണ്ടെന്ന് കാണിക്കത്തക്ക രീതിയിൽ ഇടപെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയല്ലോ. നമ്മുടെ 10-25 പയ്യന്മാരെയും വിളിച്ചോണ്ട് ഓഫീസിന്റെ മുന്നിൽ ചെന്ന് മുദ്രാവാക്യം വിളിച്ച് മൊത്തത്തിൽ അലമ്പാക്കിയേക്ക്. അങ്ങേക്ക് പ്രൊസീഡ് ചെയ്യാം. അങ്ങനെ ഇടപെടാൻ പാടില്ല. അങ്ങ് പ്രൊസീഡ് ചെയ്തോളൂ. അങ്ങനെ എനക്ക് തെറ്റി ഏണാകൂടാ ചങ്കരച്ചേട്ടാ നായി. എന്നാലും അഹങ്കാരത്തിനൊരു കുറവില്ല. ഒരു മാറ്റവും ഇല്ലല്ലോ. എനിക്ക് നപ്പന്റെ ക്യാരക്ടറാണ്. നന്നായിട്ട് ബെടായി വിടും. പ്ലീസ് 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 സഭ ഓർഡറിലാക്കൂ. സഭ ഓർഡറിലാക്കൂ പ്ലീസ്. ഇരിക്കൂ, നിങ്ങൾ ഇരിക്കൂ. അദ്ദേഹം ഹീസ് ഓൺ ഹിസ് ലെഗ്. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചോണ്ടിരിക്കുക. അതിനെ നിങ്ങൾ ഒബ്ജക്ട് ചെയ്യണോ? അവിടെ ഇരിക്കൂ. സോപ്പിട്ടോ, പക്ഷെ പതപ്പിക്കരുത്. സർ, ഞാൻ ആരെയും അവമാനിച്ചില്ല. അപമാനിക്കാൻ ശ്രമിച്ചത് നിങ്ങളാണ്. ഒരു മന്ത്രി മറുപടി പറയുമ്പോൾ മറ്റൊരു മന്ത്രി എഴുന്നേറ്റിട്ട് ഈ പറയുന്ന മന്ത്രിക്ക് കഴിവില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് അങ്ങേയറ്റത്തെ അപരാധം. നിന്റെ ചെവിയെ വേദോന്നിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം. നിന്റെ പേട്ട് തലളിക്ക് എന്തെങ്കിലും ഒന്ന് അവസാനമായിട്ട് കയറുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ പോത്തെ. സർ, അങ്ങ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഈ അടിയന്തര പ്രമേയം വന്ന ഘട്ടങ്ങളിലെല്ലാം പല സന്ദർഭങ്ങളിൽ പല മന്ത്രിമാരും മറുപടി കൊടുക്കുന്ന അവസരത്തിൽ പാർലമെന്ററി കാര്യമന്ത്രി, ലോ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ അതിനിടയിൽ ഇടപെട്ട് സംസാരിച്ചതിന്റെ റെക്കോർഡ് ഈ സഭയിലുണ്ട്. ആ മൂപ്പിൽ ഒപ്പിക്കാൻ നടക്കുക.